ലോകബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് കിളിമാനൂർ പഴയ കുന്നുമേൽ പഞ്ചായത്ത് പൂർത്തീകരിച്ച ഒരു വികസന പദ്ധതിയെക്കുറിച്ചാണ്. 2014-15 ലോകബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ സഹായത്തോടെ കുട്ടികൾക്കായി ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് പാർക്കിനെ അധികാരികൾ എങ്ങനെ ഉപയോഗിച്ചെന്ന് അറിയണ്ടേ? കണ്ടു നോക്കൂ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ്. ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനോട് സമീപം ഒരു മാതൃകാ പദ്ധതിയുണ്ട്. ആ പദ്ധതി എങ്ങനെ നടക്കുന്നു എന്നതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ മാതൃകാ പദ്ധതി, പഴയകുന്നുമേൽ പഞ്ചായത്ത് ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പൊതുജനങ്ങൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു പദ്ധതിയായാണ് പഞ്ചായത്ത് ഈ ചിൽഡ്രൻസ് പാർക്ക് ആരംഭിച്ചത്. പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ സംസ്ഥാനത്ത് ഏറെയുണ്ടെങ്കിലും അതിനേക്കാൾ മികച്ചതാണ് ഈ ചിൽഡ്രൻസ് പാർക്കിലെ പരിസ്ഥിതി സൗഹൃദം. ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള പ്രവേശന കവാടമാണ്. തുറക്കാൻ എളുപ്പത്തിലാണെന്നറിയില്ല. ഇവിടെ ഒരു കയറാണ് കെട്ടിയിരിക്കുന്നത്. ഈ കയർ തുറന്ന് ആർക്കും അകത്ത് കയറാൻ പറ്റുന്ന ഒരു സൗകര്യം എന്തായാലും ഈ ചിൽഡ്രൻസ് പാർക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനാകുന്നത് അത്രത്തോളം പരിസ്ഥിതി സൗഹൃദമായ കാഴ്ചകളാണ് ഈ ചിൽഡ്രൻസ് പാർക്കിനുള്ളിൽ എത്തുന്ന ഓരോരുത്തർക്കും ഇന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഭയമാകുന്നു. ചുറ്റും പാമ്പിൻ്റെ ഒരു കൂടാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക്. വാസ്തവത്തിൽ ഇപ്പോൾ അത് സ്നേക്ക് പാർക്കാണ്. ഈ ചിൽഡ്രൻസ് പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇവിടുത്തെ നടപ്പാതയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ വ്യായാമം ചെയ്യാനാണ് ഈ പാർക്കിന് ചുറ്റും 100 മീറ്റർ നീളത്തിൽ ഒരു നടപ്പാത നിർമ്മിച്ചത്. പക്ഷേ ഇവിടെ എത്ര തിരഞ്ഞിട്ടും ആ നടപ്പാത കാണാൻ കഴിഞ്ഞിട്ടില്ല. ചിൽഡ്രൻസ് പാർക്കിലെ കുട്ടികൾക്കുള്ള ഊഞ്ഞാലാണ് ഈ കാണുന്നത്. ഈ ഊഞ്ഞാൽ ആടണമെങ്കിൽ അല്പം സാഹസികമായി മാത്രമേ ഇവിടെ എത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതല്ല, ഈ പരിസ്ഥിതിയെ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഊഞ്ഞാലാടാം എന്നൊക്കെ അറിയണമെങ്കിൽ ഈ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ചിൽഡ്രൻസ് പാർക്കിലേക്ക് എത്തണം. ഈ പരിസ്ഥിതിയെ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിവിടെ എത്തിയാൽ ഊഞ്ഞാലാടാൻ കഴിയും. കാരണം അത്രത്തോളം പരിസ്ഥിതി സൗഹൃദമാണ് ഇവിടുത്തെ ഈ ചിൽഡ്രൻസ് പാർക്കിലെ ഊഞ്ഞാലുകൾ. എന്തായാലും ആ ഊഞ്ഞാലിലാണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ ആ ഊഞ്ഞാലാണ് നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾക്ക് മാത്രം ലഭിക്കുന്ന ലോകബാങ്ക് ഫണ്ടിനെ എങ്ങനെ വിനിയോഗിക്കണമെന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ചിൽഡ്രൻസ് പാർക്ക്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം പദ്ധതികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്തി ഈ മാതൃക കാണണമെന്ന അഭ്യർത്ഥനയോടെ ക്യാമറമാൻ അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും അതൊരു സറ്റേറിൻ്റെ പരമാവധിയായിരുന്നു. വല്ലാത്തൊരു ഊഞ്ഞാലുമായി പോയി പ്രതീക്ഷിച്ചിരുന്നു ഊഞ്ഞാൽ. എന്തായാലും നമ്മൾ കോട്ടയത്തെ കുട്ടപ്പൻ എന്നൊരു ചേട്ടൻ വിളിച്ചിരുന്നു. മണിമല പഞ്ചായത്തിലെ 12-ാം വാർഡിലാണ്. ആ ചേട്ടന് കാഴ്ചയില്ല, കാലുകളില്ല, വീട് വേണമെന്ന് അഭ്യർത്ഥിച്ചാണ് ചേട്ടൻ വിളിച്ചത്. ആ ചേട്ടൻ്റെ അഭ്യർത്ഥന ആരെങ്കിലും കേൾക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.